ഹായ്, ഒത്തിരി നാൾ കൂടിയായിട്ടോ ഇച്ചിരി വലിപ്പമുള്ളൊക്കെ കയർച്ച് കിട്ടിയത്. ഞാനതൊരു അരമണിക്കൂർ നേരം മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കാഷ്ടം, ഇത് കാഷ്ടമാണെന്ന് തോന്നണു. അത് നമ്മൾ ഇങ്ങനെ ഞെക്കി കളയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയതിൻ്റെ ഒന്നും അങ്ങനെ കളയാറില്ല, നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പക്ഷേ കുറച്ച് വലുതായതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഞെക്കി കളഞ്ഞില്ലെങ്കിലൊരു വിഷമമാണ് കേട്ടോ. ഇത് കാൽസ്യമാണ്, കളയണ്ട എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ എടുത്ത് ഇതിൻ്റെ വേസ്റ്റെല്ലാം നന്നായിട്ട് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെക്കാം. ഇപ്പം കക്കയിറച്ചിക്ക് വില കൂടുതലാണെന്ന് തോന്നുന്നു. ഇതിന് കിലോയ്ക്ക് 300 രൂപയായിരുന്നു. ഞാൻ അര കിലോയെ മേടിച്ചിട്ടുള്ളൂ. കടുക് പൊട്ടിച്ച ശേഷം ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, ഇത്രയും സാധനം ഞാൻ ഒന്ന് വഴറ്റിയെടുക്കുകയാണേ. ഇനി മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ഇത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഉള്ളി വഴറ്റിയപ്പോൾ തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കക്കയിറച്ചി ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് നല്ല ഫ്ലെയിമിലിടണം. എന്നിട്ട് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച്, വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ, ഫ്ലെയിം കുറച്ച് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറയ്ക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, അതുപോലെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് കുരുമുളകും കൂടി ചേർത്താൽ മതി. കുരുമുളക് കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, അതിൻ്റെ ടേസ്റ്റാണ് നല്ലത്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കുക. അങ്ങനെ കക്കയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ കഴിച്ചപ്പോൾ. നിങ്ങൾ ഉണ്ടാക്കുന്ന പല രീതിയിലും കക്കയിറച്ചി ഉണ്ടാക്കാറുണ്ട്. തേങ്ങ ചിരണ്ടിയിട്ട് ഒതുക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പലയിടത്തും. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറയണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.